والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ ഈ മഹത്തായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ ഈ സമ്മേളനത്തിൽ മദ്രസ വിദ്യാർത്ഥി സ്വാഗതമോദിയ സിദ്ദീഖ് മാസ്റ്റർ, അധ്യക്ഷൻ അഷ്റഫ് ഹാജി, ഉദ്ഘാടനം ആംബുലൻസ് സമർപ്പണം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ മഹല്ല് ഭാരവാഹികളായ അന്തർവാജി അത്തുലൻ ഇബ്രാഹിം കാഴ്ചങ്കണ്ടി അന്തർവാജി, സലീം കെ വി, അണിയാത്ത് അബൂബക്കർ സി, മമ്മൂട്ടി സൂരി, മനാബ് മുനീർ കണ്ണമ്പള്ളി മുതലായ സഹോദരങ്ങളെ, ഒരു സന്തോഷമായ ഒരവസരത്തിലാണ് നിങ്ങളുടെ സമ്മേളിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കീഴടങ്ങളിൽ നിന്ന് പ്രമുഖമായ ഒരു സംഘടനയാണ് SKS, സമസ്ത കേരള ജമിഅത്തുൽ വിദ്യാർത്ഥി സമൂഹം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന്റെ പുറത്തും മറ്റ് ഇതര ഗൾഫ് നാടുകളിലെല്ലാം അതിന്റെ പ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അതാത് മഹല്ലത്ത് കമ്മിറ്റികളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും കമ്മിറ്റികളെ ഒന്നും കവർ ചെയ്യാതെ കണ്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു കാവൽ ഭടന്മാരുമാണ് ഈ SKSന്റെ പ്രവർത്തകന്മാരായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് അവരുടെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ പല സ്ഥലത്തും SKSന്റെ പ്രവർത്തനമുണ്ടെങ്കിലും ഇത്ര വിപുലമായ നിലയിൽ ഇവിടെ വായിച്ച് കൽപ്പിക്കപ്പെട്ട ഈ വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നത് വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ SKS എന്നാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഇവിടെ അദ്ദേഹം വായിച്ചതനുസരിച്ച് വിവിധങ്ങളായ വിഷയങ്ങളിൽ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് അതുപോലെ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രോഗികളായ ആളുകളെ സഹായിക്കുന്നതിൽ, കിടപ്പ് രോഗികൾ സഹായിക്കുന്ന വിഷയത്തിലും അവർക്ക് വേണ്ട വിവരങ്ങൾ, ഉപകരണങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് സഹായം ചെയ്യുന്നതിലും ഏറ്റവും നല്ല പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ SKSന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ ഈ മഹല്ല ഏതായാലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ അവരുടെ ഈ പ്രവർത്തനം ഭാവിയിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രവർത്തനമായി സജ്ജരായിരിക്കുകയാണ് നമ്മുടെ മഹല്ലത്തുള്ള ചെറുപ്പക്കാരായ ഈ SKSന്റെ പ്രവർത്തകന്മാർ. ഈ മഹല്ലത്തിലെ നേതാക്കന്മാരെയും മഹല്ല് ഭാരവാഹികളെയും ഇവിടുത്തെ ചെയർമാനെയും കാരണന്മാരെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവർ കമ്മിറ്റിനെ കവർ ചെയ്യാതെ അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മഹല്ലത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കമ്മിറ്റികളും ഇവിടുത്തെ കാരണവന്മാരും ചെയർമാന്മാരും എല്ലാവരും തന്നെ അവർക്ക് അങ്ങേയറ്റത്തെ പ്രോത്സാഹനം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട ഈ SKSന്റെ പ്രവർത്തകന്മാരായ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മഹല്ല് കമ്മിറ്റിയുമായി ആലോചിക്കുകയും ചെയർമാന്മാരുമായിട്ട് മറ്റ് ഭാരവാഹികളുമായി ആലോചിക്കുകയും നിങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പലതും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഈ വായിച്ച പ്രകാരമാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്.
ഇത്രയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പിന്നെ SKSF-ന്റെ പ്രവർത്തനം മറ്റിതര രാജ്യങ്ങളുണ്ടോ എന്ന് സംശയമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ മഹല്ലത്തിലെ SYS-ന്റെ പ്രവർത്തനം വളരെ സജീവമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധുക്കളായ പിന്നെ നിത്യരോഗികൾ അവർക്ക് ഗുളിക വാങ്ങാനും മരുന്ന് വാങ്ങാനും ഒരു പൈസയും ആവശ്യമില്ലാതെ നിങ്ങളെ പോലെ തന്നെ വളരെ പിന്നെ രോഗികൾക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ സജ്ജമാക്കി നല്ല പ്രവർത്തനം നമ്മുടെ അടുത്ത മഹല്ലായ പുളിശ്ശേരിയിൽ നടത്തി വരുന്നുണ്ട്. അത് SYS-ന്റെ പിന്നെ പ്രവർത്തനത്തിന്റെ കീഴിലാണ്. ഇത് SKSF-ന്റെ പ്രവർത്തനമാണ്. നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളെ അള്ളാഹുവിന്റെ പിന്നെ കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇഖ്ലാസിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിലും ഉന്നതമായ വിജയം കൈവരിക്കുവാനും ഈ നാട്ടിന് മഹത്തായ ഒരു നല്ല സംഗതിയായി തീരുവാനും സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ സഹായങ്ങളും തൗഫീഖും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. നിങ്ങളുടെ മഹല്ല് കമ്മിറ്റിക്ക് ഒരു സഹായകമായ നിലയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു ചെറുപ്പക്കാരാണ് ഇവിടുത്തെ SKSF-ന്റെ പ്രവർത്തകന്മാർ. അത് നിങ്ങൾ അവർക്കെല്ലാം ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചെയ്തു കൊടുക്കുകയും നിങ്ങളെ SKSF-ന്റെ പ്രവർത്തകന്മാർ നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവരുമായി കൈമാറുകയും ചെയ്തുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അർഹമുർ-റഹീമായ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ. ഭാവിയിലും ഇങ്ങനെ നല്ല നിലയിലുള്ള പ്രവർത്തനം ഇതിനും വലിയായി കൊണ്ട് നടക്കുവാനും പ്രവർത്തിക്കുവാനും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് ഈ മഹല്ലുകാരായ നേതാക്കന്മാർക്കും ഈ SKSF-ന്റെ പ്രവർത്തകന്മാർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടുന്നത് വിട്ടുപിരിയുന്നതും അല്ലാഹുവിന്റെ തൃപ്തിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തരട്ടെ. ഈ ചെറുപ്പക്കാരായ ഈ യുവാക്കളായ പ്രവർത്തകന്മാരായ ആളുകൾ അല്ലാഹു എല്ലാവിധ ദുനിയവിയും ഉഖറവിയുമായ എല്ലാ നന്മകളും അല്ലാഹു നൽകട്ടെ. എല്ലാ ആപത്തും മുസീബത്തും അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും മക്കളുടെ ഭാര്യമാരെയും നമ്മളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മളുടെ സഹോദരങ്ങളെയും അല്ലാഹു എല്ലാ ആപത്തും മുസീബത്തും അപകടങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് എന്നും കാത്തുരക്ഷിച്ച് സലാമത്താക്കട്ടെ. എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും മഹൂഫായ രോഗങ്ങളെ തൊട്ടും മാറാവിയാദികളെ വെറുക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ടും പേടിയാടുന്ന രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹു മുസ്തഫായ നബിയുടെ ജാഹ് കൊണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അർഹമുർ-റഹീമായ റബ്ബുൽ ഇസ്സത്ത് ദുനിയാവും ആഖിറവും സന്തോഷമാകുന്ന കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു ആക്കി തരട്ടെ. ആഫിയത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ തഖ്വയോടുകൂടെ ഇസ്സത്തോടുകൂടെ മനസ്സമാധാനത്തോടുകൂടെ അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവരും അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി സ്വർഗത്തിന്റെ പോട്ടം കണ്ട മരണവേദന അറിയാതെ സന്തോഷിച്ച് മരിക്കുന്ന സജ്ജന സ്വാലിഹീങ്ങളിൽ നാം എവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണ കലയിൽ പ്രപഞ്ചനാഥനായ അല്ലാഹു അനുഗ്രഹിച്ച പ്രഭാഷണ വേദികളിൽ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത